ഡൽഹി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി ഇവിടുത്തെ ഉറങ്ങാത്ത നഗരമാണെന്ന് പറയാം. കേരളത്തിലല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും കൊച്ചി ഉറങ്ങാറില്ല എന്ന് തന്നെ പറയാം. രാവായാലും പകലായാലും ഫുൾ ടൈം ഓൺ ആണ് കൊച്ചി. കൊച്ചിയുടെ രാത്രികളെ സജീവമാക്കുന്ന കുറച്ച് മനുഷ്യരെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. YS അഭിനന്ദും സച്ചിൻ ചന്ദ്രയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമുക്കറിയാം, രാത്രിയായാലും പകലായാലും ഒരുപോലെ ജോലി ചെയ്യുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ. നമ്മുടെ കൊച്ചി നഗരവും അങ്ങനെ തന്നെ രാത്രിയായാലും പകലായാലും സജീവമാണ്. രാത്രിയായാൽ കുറച്ച് സൗന്ദര്യം കൂടെ കൂടുതലാണ്. ഈ ഉറക്കമില്ലാത്ത രാത്രിയിലും ഉറക്കമിളച്ച് കൊച്ചിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച കുറേ ആളുകളുണ്ട്. അവരെ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സമേട്ടാ, ഇപ്പം പോയാലോ? കലൂരിലെ അന്തോണീസ് പുണ്യാളന്റെ പള്ളിയുടെ മുന്നിലെത്തിയാൽ പകലും രാത്രിയുമൊക്കെ ലിസി ചേച്ചിയെ കാണാം. പല അളവിലും നിറത്തിലുമൊക്കെ മെഴുകുതിരികളും പുണ്യാളനെ പകിട്ടേകാൻ ദളം വിരിച്ചു നിൽക്കുന്ന ജമന്തിയുമായി വർഷങ്ങളായി ലിസി ചേച്ചി ഒരേ ഇരിപ്പാണ്. രാത്രി 1ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഒരു കൈ ഒരു കാലം തളർന്ന്, അമ്മ വാദം വന്ന് തളർന്ന്, പിന്നെ അപ്പം മരിച്ചു. അങ്ങനെ ചെറുപ്പത്തിലേ വന്നാണ് ഇവിടെ. വീടൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി മഠത്തിലായിരുന്നു, കച്ചേരിപ്പടി, നമ്മുടെ സെൻറ്റ് ആൻ്റണീസ്. അപ്പോൾ ഒരു വട്ടക്കാർ 4 സെൻറ്റ് സ്ഥലം മേടിച്ച് തന്ന് ദാനമായിട്ട് തന്നു. കൊച്ചിയുടെ പ്രധാന ഇടമായ മറൈൻ ഡ്രൈവിൽ ബംഗാളിൽ നിന്നെത്തിയ ജുഹൂൽ ഫർ ഫുൾ മാസാണ്. ഒരു സമയത്ത് കൊച്ചിയെ പിടിച്ചു കുലുക്കിയ ഐറ്റമായിരുന്നു കുലുക്കി സർബത്ത്. ബൂസ്റ്റും കസ്കസും ഇങ്ങനെ ഒന്ന് കുലുക്കിയാൽ സർബത്ത് റെഡി. അവൻ്റെ 5-6 വർഷമായി, എൻ്റെ 5-6 വർഷമായി, അവൻ്റെ 4 മാസമായി അവൻ്റെ കടല് പണിയെടുത്തിട്ടുണ്ട്. ജുഹൂൽ ഫറിന്റെ കുലുക്കിനും കുലുക്ക് സർബത്തിനും ആരാധകരും ഏറെയാണ്. അങ്ങനെ കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവ് വഴി വൈറ്റില തിരിഞ്ഞ് പൊന്നുരുന്ന് വന്നപ്പോൾ ദേ ദോശ. ചൂട് ദോശയും സ്റ്റൈലൻ പോർക്കും ചിക്കൻ കൊണ്ടാട്ടവുമായി തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി രാജയും ഭാര്യ ദേവിയും. ഒരു കറക്കിൽ 4 ദോശ. ദോശപ്രിയരായ ഒട്ടേറെ പേർ ഇവിടെയും എത്തുന്നുണ്ട്. നമുക്ക് ദോശ കൊണ്ട് ചിക്കൻ 65 ആണ്, മെയിൻ ചിക്കൻ 65 ആണ്. സൂപ്പുണ്ട്, മട്ടൺ സൂപ്പുണ്ട്, പോർക്കുണ്ട്. ഇവിടെ സ്പെഷ്യൽ അതാണ്, പോർക്കാണ്. 3 ധ്രുവങ്ങൾ, 3 സംസ്കാരങ്ങൾ, 3 ഭാഷകൾ സംസാരിക്കുന്ന കുറച്ച് മനുഷ്യനെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള കുറച്ചധികം മനുഷ്യരാണ് കൊച്ചി നഗരത്തിൻ്റെ രാത്രികളെ സൗന്ദര്യമുള്ളതാക്കുന്നത്. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കും സാമിനുമൊപ്പം YS അഭിനന്ദ്, 24. അപ്പോൾ രസമായിരുന്നു അല്ലേ അത് അല്ലേ? കൊച്ചിയിലപ്പോൾ എപ്പോൾ എത്തിക്കഴിഞ്ഞാൽ എത്ര വൈകിയാലും നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ ഇരിക്കേണ്ടി വരില്ല. കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ പോലും ഉണ്ട് അവിടെ.